നമസ്കാരം. PSC റാങ്ക് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഡ്രൈവർ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ സ്പെഷ്യൽ ടോപ്പിക്സിലെ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസം നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ 3 വീഡിയോസിലായിട്ട് നമ്മൾ 30ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 31ാമത്തെ ചോദ്യമാണ് ആദ്യം നോക്കാൻ പോകുന്നത്. SAE 20W40 എന്തിന്റെ ഗ്രേഡ് ആണ്? ഓപ്ഷൻ എ പെട്രോൾ, ഡീസൽ, ഓയിൽ, ഗ്രീസ്. ഉത്തരം ഓപ്ഷൻ സി ഓയിൽ. SAE 20W40 എന്തിന്റെ ഗ്രേഡ് ആണ്? ഉത്തരം ഓയിൽ. 32ാമത്തെ ചോദ്യം. രാത്രി കാലങ്ങളിൽ വാഹനം റോഡ് അരികുകളിൽ പാർക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ഹാൻഡ് ബ്രേക്ക് ഇടണം, ഓപ്ഷൻ ബി ഹസാർഡ് ലൈറ്റ് ഇടണം, ഓപ്ഷൻ സി റിവേഴ്സ് ഗിയറിൽ ഇടണം, ഓപ്ഷൻ ഡി പാർ ലൈറ്റ് തെളിയിക്കണം. ഉത്തരം ഓപ്ഷൻ ഡി പാർ ലൈറ്റ് തെളിയിക്കണം. രാത്രി കാലങ്ങളിൽ വാഹനം റോഡ് അരികിൽ പാർക്ക് ചെയ്യുമ്പോൾ പാർ ലൈറ്റ് തെളിയിക്കണം. 33ാമത്തെ ചോദ്യം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് ഓപ്ഷൻ എ ലൈസൻസ് ക്യാൻസൽ ചെയ്യാവുന്ന കുറ്റമാണ്, ഓപ്ഷൻ ബി പിഴ മാത്രം ഈടാക്കാവുന്ന കുറ്റമാണ്, ഓപ്ഷൻ സി അത്യാവശ്യ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ്, ഓപ്ഷൻ ഡി കുറ്റകരമല്ല. ഉത്തരം ലൈസൻസ് ക്യാൻസൽ ചെയ്യാവുന്ന കുറ്റമാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് ലൈസൻസ് ക്യാൻസൽ ചെയ്യാവുന്ന കുറ്റമാണ്. 34ാമത്തെ ചോദ്യം. ഒരു പുതിയ വാഹനത്തിന് താൽക്കാലിക രജിസ്ട്രേഷൻ നൽകുന്നത് ഓപ്ഷൻ എ 7 ദിവസം, ഓപ്ഷൻ ബി 15 ദിവസം, ഓപ്ഷൻ സി 30 ദിവസം, ഓപ്ഷൻ ഡി ആവശ്യാനുസരണം. ഉത്തരം ഓപ്ഷൻ ബി 30 ദിവസം. ഒരു പുതിയ വാഹനത്തിന് താൽക്കാലിക രജിസ്ട്രേഷൻ നൽകുന്നത് 30 ദിവസം. വിദ്യാഭ്യാസ സ്ഥാപന പരിസരത്ത് ഹെവി വാഹനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വേഗതാ പരിധി. ഓപ്ഷൻ എ 15 km/h, ഓപ്ഷൻ ബി 25 km/h, ഓപ്ഷൻ സി 10 km/h, ഓപ്ഷൻ ഡി 40 km/h. ഉത്തരം ഓപ്ഷൻ എ 15 km/h. വിദ്യാഭ്യാസ സ്ഥാപന പരിസരത്ത് ഹെവി വാഹനങ്ങൾക്ക് അനുവദിച്ച വേഗതാ പരിധി 15 km/h. 36ാമത്തെ ചോദ്യം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ബുക്ക് ഡാഷ് നമ്പർ ഫോറത്തിലാണ് നൽകുന്നത്. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 47, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 23. ഉത്തരം ഓപ്ഷൻ ഡി 23. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ബുക്ക് ഡാഷ് നമ്പർ ഫോറത്തിലാണ് നൽകുന്നത്. 23. 37ാമത്തെ ചോദ്യം. അന്ധന്മാരെ ഡ്രൈവർമാർ തിരിച്ചറിയുന്നത് എ കറുത്ത കണ്ണട ഉണ്ടായിരിക്കും, ബി സഹായി ഉണ്ടായിരിക്കും, സി ബെൽ ഉണ്ടായിരിക്കും, ഡി വെളുത്ത വടി ഉണ്ടായിരിക്കും. ഉത്തരം ഓപ്ഷൻ ഡി വെളുത്ത വടി ഉണ്ടായിരിക്കും. അന്ധന്മാരെ ഡ്രൈവർമാർ തിരിച്ചറിയുന്നത് വെളുത്ത വടി ഉണ്ടായിരിക്കും. 38ാമത്തെ ചോദ്യം. വാഹനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഡാഷ് ഇൻഷുറൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. എ തേർഡ് പാർട്ടി, ബി ഫുൾ കവർ, സി കവർ നോട്ട്, ഡി ലൈഫ് ഇൻഷുറൻസ്. ഉത്തരം ഓപ്ഷൻ എ തേർഡ് പാർട്ടി. വാഹനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഡാഷ് ഇൻഷുറൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓപ്ഷൻ എ തേർഡ് പാർട്ടി ഇൻഷുറൻസ്. 39. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഉണ്ടാകാവുന്ന ശിക്ഷ. എ 6 മാസം തടവ്, ബി 20,000 രൂപ പിഴ, സി 6 മാസം തടവോ 20,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം. ഓപ്ഷൻ ഡി വില നിശ്ചയിച്ചിട്ടില്ല. 39. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ. ഉത്തരം 6 മാസം തടവോ 20,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം. 40ാമത്തെ ചോദ്യം. വാഹനം അപകടകരമായ തരത്തിൽ ഇടരുത് എന്ന് നിഷ്കർഷിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ്. എ 112, ബി 13, സി 185, ഡി 122. ഉത്തരം ഓപ്ഷൻ ഡി 122.
വാഹനം അപകടകരമായ തരത്തിൽ ഇടരുത് എന്ന് നിഷ്കർഷിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ്? 122. 41ാമത്തെ ചോദ്യം. മോട്ടോർ സൈക്കിളിന് മലമ്പാതകളിൽ അനുവദിച്ച വേഗത? എ 50 km/h, ബി 40 km/h, സി 30 km/h, ഡി 35 km/h. ഉത്തരം ഓപ്ഷൻ ബി 40 km/h. മോട്ടോർ സൈക്കിളിന് മലമ്പാതകളിൽ അനുവദിച്ച വേഗത 40 km/h. 42ാമത്തെ ചോദ്യം. പുതിയ വാഹനങ്ങൾക്ക് ആദ്യത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഡാഷ് വർഷത്തേക്കാണ്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 1, സി 2, ഓപ്ഷൻ ഡി വാഹനത്തിനനുസരിച്ച്. ഉത്തരം ഓപ്ഷൻ സി 2. പുതിയ വാഹനങ്ങൾക്ക് ആദ്യത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഡാഷ് വർഷത്തേക്കാണ്? ഉത്തരം 2 വർഷത്തേക്ക്. 43. ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള രക്ഷാ ഉപകരണം? ഓപ്ഷൻ എ എഞ്ചിൻ, ഓപ്ഷൻ ബി സീറ്റ് ബെൽറ്റ്, ഓപ്ഷൻ സി ഹെൽമറ്റ്, ഓപ്ഷൻ ഡി മൊബൈൽ ഫോൺ. ഉത്തരം ഓപ്ഷൻ ബി സീറ്റ് ബെൽറ്റ്. ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള രക്ഷാ ഉപകരണം? ഓപ്ഷൻ ബി സീറ്റ് ബെൽറ്റ്. ഇന്ന് നിലനിൽക്കുന്ന മോട്ടോർ വാഹന നിയമം? ഓപ്ഷൻ എ MV ആക്ട് 1938, MV ആക്ട് 2012, MV ആക്ട് 1989, MV ആക്ട് 1988. ഉത്തരം ഓപ്ഷൻ ഡി മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. ഇന്ന് നിലനിൽക്കുന്ന മോട്ടോർ വാഹന നിയമം മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. 45ാമത്തെ ചോദ്യം. ഡ്രൈവറെ കൂടാതെ 6 യാത്രക്കാരെ കയറ്റാൻ അനുമതിയുള്ളതും വാടകയ്ക്ക് ഓടുന്നതുമായ വാഹനം? ഓപ്ഷൻ എ മോട്ടോർ ക്യാബ്, ഓപ്ഷൻ ബി മോട്ടോർ കാർ, ഓപ്ഷൻ സി മാക്സി ക്യാബ്, ഓപ്ഷൻ ഡി ഒമിനി ബസ്. ഉത്തരം ഓപ്ഷൻ എ മോട്ടോർ ക്യാബ്. ഡ്രൈവറെ കൂടാതെ 6 യാത്രക്കാരെ കയറ്റാൻ അനുമതിയുള്ളതും വാടകയ്ക്ക് ഓടുന്നതുമായ വാഹനം മോട്ടോർ ക്യാബ്. 46ാമത്തെ ചോദ്യം. വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ വെളിച്ചത്തിന്റെ നിറം? ഓപ്ഷൻ എ ഓറഞ്ച്, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി വെള്ള, ഓപ്ഷൻ ഡി ആംബർ. ഉത്തരം ഓപ്ഷൻ ഡി ആംബർ. വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ വെളിച്ചത്തിന്റെ നിറം ആംബർ. 47. മോട്ടോർ കാറുകൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് കേരള നിരത്തുകളിൽ അനുവദിച്ച പരമാവധി വേഗതാ പരിധി? എ 80 km/h, ബി 70 km/h, സി 65 km/h, ഡി 60 km/h. ഉത്തരം ഓപ്ഷൻ ബി 70 km/h. മോട്ടോർ കാറുകൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് കേരള നിരത്തുകളിൽ അനുവദിച്ച പരമാവധി വേഗതാ പരിധി 70 km/h. 48ാമത്തെ ചോദ്യം. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായപരിധി? ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 24. ഉത്തരം ഓപ്ഷൻ ബി 20. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായപരിധി 20 വയസ്സ്. 49ാമത്തെ ചോദ്യം. ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡാഷ് നമ്പർ ഫോറത്തിലാണ്? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 4. ഉത്തരം ഓപ്ഷൻ എ 9. ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡാഷ് നമ്പർ ഫോറത്തിലാണ്, 9ാം നമ്പർ ഫോറം. 50ാമത്തെ ചോദ്യം. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ സ്ഥിരം പെർമിറ്റിന്റെ കാലാവധി? ഓപ്ഷൻ എ 2 വർഷം, ഓപ്ഷൻ ബി 5 വർഷം, ഓപ്ഷൻ സി 6 വർഷം, ഓപ്ഷൻ ഡി 3 വർഷം. ഉത്തരം ഓപ്ഷൻ ബി 5 വർഷം. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ സ്ഥിരം പെർമിറ്റിന്റെ കാലാവധി 5 വർഷം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 50 ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.